യെച്ചൂരി ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വം നടത്തിയ വലിയ ഒരു നീക്കത്തിലൂടെയാണ് ഏറ്റവും അവസാനം ഇന്ത്യ വേദി, ഇന്ത്യ ബ്ലോക്ക് യഥാർത്ഥത്തിൽ ഉയർന്നു വന്നു. സീതാറാം യെച്ചൂരി അന്തരിച്ചപ്പോഴും ഇവിടെ എത്തിച്ചേർന്ന് പിന്നീട് രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇന്ത്യ ബ്ലോക്കിന്റെ ശില്പിയാണ് സീതാറാം യെച്ചൂരി. അത് വെറുതെ പറഞ്ഞൊരു ഭംഗി വാക്കല്ല. കാരണം ഇങ്ങനെയൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും അതിന്റെ ഭാഗമായി പ്രായോഗിക തലത്തിൽ നിതീഷാണ് ആദ്യം പുറപ്പെട്ടത്. ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ CPM-ഉമായിട്ട് ചർച്ച ചെയ്ത് ഇവരെല്ലാമായിട്ട് ചർച്ച ചെയ്യാൻ തീരുമാനിച്ച് ഒരു ഘട്ടം മുമ്പോട്ടേക്ക് വന്നപ്പോ കോൺഗ്രസിന്റെ ഈ വലിയേട്ടൻ മനോഭാവം അപ്പോഴും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെ ചെയർമാനായി കോൺഗ്രസിന്റെ പ്രസിഡന്റ് വേണം, ഖാർഗെ വേണം. അപ്പൊ മനസ്സിലായി നിതീഷിന് ഇത് വേറെ കളിയാണ്. അപ്പൊ തന്നെ അദ്ദേഹം കാര്യമാറ്റത്തിന്റെ ആശാനാണ്. അപ്പൊ തന്നെ കാര്യം മാറി നേരെ BJP ക്യാമ്പിലേക്ക് നിതീഷ് കുമാർ പോയി. അപ്പൊ അതുവരെ വന്ന കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഒരു ഇന്ത്യ ബ്ലോക്ക് എന്ന ഒരു പൊതുവായ വേദിക്ക് മങ്ങലേൽക്കുന്ന സാഹചര്യം വന്നപ്പോ അപ്പോഴും സീതാറാം യെച്ചൂരിയാണ് പറഞ്ഞത്, 37% വോട്ടാണ് BJP, 37% വോട്ട് ഇന്ത്യയിൽ. അതിന്റെ അർത്ഥം 63% വോട്ട് BJP വിരുദ്ധമാണ്. ഈ 37% വോട്ട് കിട്ടിയപ്പോഴും നിതീഷ് കുമാർ BJPക്കൊപ്പം തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് നഷ്ടമില്ല. ശരിയായൊരു ദിശാബോധത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഇനിയും BJPയെ തോൽപ്പിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. തുടർന്നാണ് കൂടി ആലോചനയെല്ലാം വന്ന് അവസാനം ഇന്ത്യ ബ്ലോക്ക് വന്ന് ഓരോ സംസ്ഥാനവുമായിട്ട് ചർച്ച തുടങ്ങി. അങ്ങനെ ഓരോ സംസ്ഥാനവും നമ്മുടെ കർണാടക മുതൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ചർച്ച ഒരു പൊതു മനസ്സ് രൂപപ്പെട്ടു. BJPയെ തോൽപ്പിക്കാനാവും. ഭരണഘടനയെ തകർത്ത് മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ഫെഡറൽ സംവിധാനത്തെയും ജനാധിപത്യപരമായ കാഴ്ചപ്പാടിനെയും പാർലമെന്ററി വ്യവസ്ഥയെയും എല്ലാം തകർത്ത് നമുക്കിപ്പോൾ തന്നെ അറിയുന്നത് പോലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ അവർ അവരുടെ കൃത്യമായ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാം കോടതി ഉൾപ്പെടെയുള്ള ഓരോ എടുത്ത് പരിശോധിച്ചാൽ അതിനെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളായ ഇലക്ഷൻ കമ്മീഷൻ, CAG, CBI, IT, ED ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് സ്വതന്ത്രമായി. പക്ഷെ അതെല്ലാം നിയന്ത്രിക്കുന്നത് ഇപ്പോഴും BJP ആണ് എന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് RSS ആണ്. ഇനി ഭരണഘടന മാറ്റിയാൽ മാത്രമേ കൊണ്ടു അതിൽ ഈ ഭൂരിപക്ഷം പോകണം. പക്ഷേ ഇന്ത്യ ജനത താൽക്കാലികമായിട്ടെങ്കിലും ഈ ഭരണഘടന മാറ്റി ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മനുസ്മൃതിയിൽ ഊന്നിയ, അതാണ് ഈ സനാതനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിലൂന്നിയ ഒരു ഭരണഘടന വേണം എന്ന ധാരണയെ താൽക്കാലികമായെങ്കിലും ഇന്ത്യൻ ജനത അതിനെ പ്രതിരോധിച്ചിരിക്കുന്നു. അതുള്ളതുപോലെ തന്നെ നമ്മൾ കാണേണ്ടതാണ്. 2% വോട്ടിന്റെ കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. 38 MP-മാർ കൂടി കിട്ടിയിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ ചിത്രമൊക്കെ മാറുകയും. പക്ഷെ കോൺഗ്രസ് ഫലപ്രദമായി BJP വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായിട്ട് ആദ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴുമില്ല, ഇപ്പോഴും സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും അവരില്ല. ഇന്നിപ്പോഴും കൃത്യമായിട്ട് ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ വാർത്ത വന്നു, ഹരിയാനയുടെ നേരത്തെ വന്നു, മഹാരാഷ്ട്രയിൽ വന്നു. എന്താ അവിടെയൊക്കെ സംഭവിച്ചത്? ഇപ്പൊ ഡൽഹി പോലെയുള്ള തന്ത്രപ്രധാനമായ ഒരു പ്രദേശത്തിന്റെ ഭരണം നീണ്ട 25 വർഷക്കാലത്തിന് ശേഷം വീണ്ടും അവർക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ലഭിക്കുമ്പോൾ ആരാണ് ആ ഭരണം തടികയിൽ BJPക്ക് നൽകിയത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് കോൺഗ്രസ് ആണ്.
ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിനും അതുപോലെ തന്നെ AIP ഉൾപ്പെടെയുള്ളവർക്ക് യോജിച്ച് നിൽക്കാനാവാത്ത സാഹചര്യം സൃഷ്ടിച്ചത് കോൺഗ്രസാണ്. പഴയ വലിയേട്ടൻ മനോഭാവം ഇപ്പോഴും തുടരുകയാണ്. ഞങ്ങൾ മഹാമേരുവാണെന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന്റെ മുൻ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ സീറ്റ് വട്ടപൂജ്യാണ്. ഒരു സീറ്റും കിട്ടിയിട്ടില്ല. മനോരമക്കൊരു ആശ്വാസം, 2% വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ കിട്ടിയിട്ട് എന്തിനാണ് കുടുങ്ങി നിന്നാലാണ്? എന്തിനാണ് BJPയുടെ ഗവൺമെന്റിനെ അവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിലെ കോൺഗ്രസ് ആർക്കറിയാത്തത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ എന്തെങ്കിലും ഭാഗം അറിയുന്ന എല്ലാവർക്കും അറിയാം. BJPക്കെതിരായിട്ട് യോജിച്ച് മത്സരിച്ചില്ല എങ്കിൽ അവിടെ BJPക്കാണ് മുൻകൈ കിട്ടാൻ പോകുന്നത്. ഇപ്പോഴത്തെ 42%-ലധികം വോട്ട് AIPക്കുണ്ട്. അവിടെ 22 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. 44 സീറ്റ് കോൺഗ്രസിന് കിട്ടി. അവർക്ക് കിട്ടിയ സീറ്റിന് അവരുടെ ശതമാനം കൂടിയ 2%-ന്റെ അധികമാണ്. 6% വോട്ട് കോൺഗ്രസിനുണ്ട്. 6% വോട്ട് കോൺഗ്രസിനുണ്ട്. ആ 6% കൂടി കൂട്ടിയാൽ യഥാർത്ഥത്തിൽ ഏതാണ്ട് 50% വോട്ടാവും BJP വിരുദ്ധ വിഭാഗത്തിന്. 50% വോട്ട് കിട്ടിയിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ 22 മറികടന്ന് അവിടെ BJPയെ തോൽപ്പിച്ച് AIPയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റിന് അധികാരത്തിൽ വരാൻ കഴിയുമായിരുന്നു. പക്ഷെ ഏറ്റവും വലിയ അഴിമതിക്കാരൻ കെജ്രിവാളാണ് പ്രസംഗിച്ചുകൊണ്ട് നടത്തിയിരുന്നു കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഇതെവിടെയാണ് എത്തിച്ചത്? ഇതെത്തിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് ഈ പറയുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ അതിന്റെ പൂർണ്ണമായ കൃത്യമായ രീതിയിലുള്ള ഗുണഭോക്താവായി BJP മാറി. BJP കോൺഗ്രസിന്റെ ചെലവിൽ ആ സംസ്ഥാനത്ത് ഇപ്പോഴും അധികാരത്തിൽ വന്നിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞത് ഒരുപാട് പഠിക്കാനുണ്ട്. എപ്പോ പഠിക്കാനാ? ഹരിയാന ഒന്നും പഠിക്കില്ല പറഞ്ഞ പഠിക്കാനുണ്ട്. എന്ത് പഠിക്കല്? നിങ്ങൾ ലളിതമായി പഠിക്കുക. BJPയെ തോൽപ്പിക്കണമെങ്കിൽ BJP വിരുദ്ധ വോട്ടുകൾ ഛിന്ന ഭിന്നമായി കൂടാ എന്നാൽ ഞങ്ങൾ 23-ാം പാർട്ടി കോൺഗ്രസും പറഞ്ഞത് എല്ലാ സംസ്ഥാനത്തിനും ബാധകമായതുപോലെ ഡൽഹിക്കും ബാധകമായിരുന്നു. പക്ഷേ ആ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ളതിന്റെ ഭാഗമായി യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ BJPയെ തളർക്കാൻ അവിടെയായില്ല എന്നുള്ളതാണ് സംഭവം. കോൺഗ്രസിന്റെ ചെലവിലാണ് BJP ഒരു ഗവൺമെന്റ് തന്നെ കിട്ടി കൈകാര്യം ചെയ്യാൻ ശേഷി നേടി.